കേട്ടു. എറണാകുളത്തെ CPM നേതൃത്വത്തിൽ നീറിപ്പുകയുന്ന വിവാദം എന്താണ്? സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറയ്ക്കാനാണോ ഈ പുതിയ ആരോപണങ്ങൾ? കൊച്ചിയിൽ നിന്ന് ബിനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഞാൻ ഇത് കേൾക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി കേൾക്കുന്നത്, ഇത് പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പേരൊന്നും എഴുതാതെ വന്ന സമയത്താണ്. ഞാൻ ഇന്ന് വൈപ്പിൻ MLA ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നാണ് ഇതിനെ കുറിച്ച് ആദ്യം അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സെപ്റ്റംബർ 5, അതായത് തിരുവോണ ദിവസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കുറച്ചു കാലമായി ഈ ഒരു അപവാദ പ്രചരണം തുടങ്ങിയിട്ട് അന്ന് പേരൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ പേരും ഫോട്ടോയും ഒക്കെ വെച്ച് കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ മുന്നോട്ട് വരികയായിരുന്നു എന്നുള്ളതാണ് MLA പറയുന്നത്. ഇത് എത്ര ദിവസമായി അന്തരീക്ഷത്തിലുണ്ട് ഈ ഒരു ആരോപണം പിന്നിൽ? KN ഉണ്ണികൃഷ്ണൻ പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി അന്തരീക്ഷത്തിലുള്ള ഒരു ആരോപണമാണ്. അത് ആരുടെയും പേരെടുത്ത് പറഞ്ഞായിരുന്നില്ല ഒരു ഘട്ടത്തിൽ ഈ പ്രചാരണം തുടങ്ങുന്നത്. പിന്നീടത് ഈ വൈപ്പിൻ MLA എന്ന നിലയിലേക്ക് ഈ അടക്കം പറച്ചിലുകളൊക്കെ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഒരു പത്രവാർത്ത പ്രത്യക്ഷപ്പെടുന്നത്. ആ പത്രവാർത്തയിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ എറണാകുളത്തെ ഒരു CPM MLAക്ക് ഒരു വനിതാ നേതാവുമായി ബന്ധമുണ്ട്, അത് കൈയോടെ പൊക്കി എന്ന രീതിയിലാണ് ആ വാർത്ത വരുന്നത്. പിന്നീട് ചില യൂട്യൂബ് ചാനലുകളിൽ എറണാകുളത്തെ CPM MLAമാരെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അതിനുശേഷം ഇന്നലെ രാവിലെ മുതലാണ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ വരുന്നത്. ആ സമയത്താണ് KN ഉണ്ണികൃഷ്ണന്റെയും ഷൈൻ ടീച്ചറുടെയും ഒക്കെ തന്നെ ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് ഈ പത്രവാർത്തകളുടെയും ഈ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ അടിയിൽ കമന്റുകളായി വരികയും വലിയ രീതിയിൽ ഇവരെ രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള സൈബർ അറ്റാക്കൊക്കെ വരുന്നത്. ആ സമയത്ത് നമ്മൾ CPM നേതൃത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്, കൃത്യമായ നിയമ നടപടി ഉണ്ടാകും, അത് KJ ഷൈൻ തന്നെ വിശദീകരിക്കുമെന്നാണ്. വൈകിട്ടോടുകൂടി KJ ഷൈൻ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ബിനിൽ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കുറച്ചു കാലമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നൊരു അപവാദ പ്രചരണം ആ രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ, ഇപ്പൊ ജിൻഡോ ജോൺ, BRM ഷഫീർ പുതൻ മുതലായ ആളുകളുടെയൊക്കെ, റജിൽ മാക്കിരി തുടങ്ങിയ നേതാക്കളൊക്കെ ഇതുമായി ഒളിഞ്ഞും തെളിഞ്ഞും പോസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടു. രാഹുലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമായി മാത്രമാണോ ഇതിനെ കാണേണ്ടത് ബിനിൽ? അതോ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും പുകഞ്ഞു നീറുന്നുണ്ടോ? CPMനകത്ത് ഇതിന്റെ ഉന്നം കൊണ്ടുപോയി വയ്ക്കുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ എന്തിനാണ് എന്റെ നെഞ്ചത്തേക്ക് കയറുന്നത്? CPM നേതാക്കൾ പാർട്ടിയിൽ ഇതെവിടെ നിന്ന് വന്നു എന്നത് ആദ്യം അന്വേഷിക്കൂ എന്നതാണ് പറഞ്ഞത്. കാരണം ഇന്നലെ സതീഷ്, CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി, ഇതിന് പിന്നിലെല്ലാം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞു. കാരണം സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ മറ്റൊരു MLAക്കെതിരെ സമാനമായ രീതിയിൽ ചില ആരോപണങ്ങൾ വീണ് കിട്ടുമ്പോൾ അതെടുത്ത് ഉപയോഗിച്ചു എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് ഹാൻഡിലുകൾ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പലരും പേരെടുത്ത് പറഞ്ഞും പറയാതെയും ഒക്കെ തന്നെ ഈ വിഷയം കത്തിച്ചു നിർത്താൻ ശ്രമിച്ചു. ആ സംഭവങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു പരാതിയിലെ രൂപത്തിലേക്ക് ഇത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് തുടർ നടപടികളിലേക്ക് പോവുകയാണ്. ഇന്ന് തന്നെ ഇതിലൊരു കേസ് വരുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ സൈബർ അറ്റാക്കുകളൊക്കെ നടത്തിയവർ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPMനകത്തേക്ക് ഇതിന്റെ ചില മുനകൾ കൊണ്ടുചെന്ന് നിർത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ട പ്രതികരണം, KN ഉണ്ണികൃഷ്ണന്റെ പ്രതികരണവും നമ്മൾ ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണ്. പാർട്ടിക്കകത്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അവർക്ക് കൃത്യമായ ശിക്ഷ ഈ പാർട്ടി നൽകിയിട്ടുണ്ട്, അത് നമുക്ക് മുന്നിലുണ്ട് എന്ന് KN ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. അതും ഒരു സന്ദേശമാണ്. അതായത് ആരെങ്കിലും ഈ പാർട്ടിക്കകത്തുള്ളവരും ഇതിന് പിന്നിലുണ്ട് എങ്കിൽ അവർക്ക് പഴയ ആ ചരിത്രമാണ് ഇത് KN ഉണ്ണികൃഷ്ണൻ ഓർമ്മിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ ആ പ്രതികരണം കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. എന്തിനാണ് എന്റെ നെഞ്ചത്തേക്ക് വരുന്നത്? അത് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്, CPM ആണ് അന്വേഷിക്കേണ്ടത്. ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളതായിരുന്നു VD സതീശൻ പറഞ്ഞത്. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറണം എന്തിനാ? ആരെവിടെ ഈ കേസ്, ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവില്ല എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും. കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. അതിന് എന്റെ തലയിൽ വെക്കണ്ട. ആര് എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം,
ഇത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ബിനിൽ പ്രതിപക്ഷ നേതാവാണ്. മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. കാരണം കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ഏറ്റുപിടിക്കുന്നുണ്ട്. അതൊരു പ്രശ്നം. രണ്ടാമതായി ഇന്ന് ഷൈൻ ടീച്ചർ തന്നെ മാധ്യമങ്ങളോട് ആദ്യം കണ്ടപ്പോൾ പറയുന്നുണ്ട് വി.ഡി. സതീശന് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്ന്. അപ്പോഴും ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. മൂന്നാമതായി ഒരുപക്ഷെ ഷൈൻ ടീച്ചർ പറവൂരിൽ മത്സരിച്ചേക്കാം. ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആൾ വി.ഡി. സതീശൻ തന്നെയാണ്. തീർച്ചയായും സ്വാഭാവികമായും ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറവൂരിന്റെ ജനപ്രതിനിധിയാണ്. കെ.ജെ. ഷൈൻ താമസിക്കുന്നത് പറവൂർ നഗരത്തിൽ തന്നെയാണ്. ഇവർ പരസ്പരം പരിചയമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയാണ്. വലിയ അടുപ്പമൊക്കെ ഉള്ളവരാണ്. അത് കെ.ജെ. ഷൈൻ തന്നെ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് വലിയ അടുപ്പമുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ഇതിൽ ഒന്ന് പ്രതികരിച്ചില്ല എന്നത് അവർ ഒരു വിഷമത്തോടു കൂടി തന്നെ പറയുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെതിരെ വരും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എടുത്തുചാടിയ ഒരു പ്രതികരണത്തിലേക്ക് വന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയം കത്തി നിന്നതിന് ശേഷം കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് വി.ഡി. സതീശന് നേരെ ചില സൈബർ അറ്റാക്കുകൾ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത്തരത്തിൽ അറ്റാക്കുകൾ നടത്തിയ ആ സംഘങ്ങൾ അത് ഈ കെ.ജെ. ഷൈനും ഈ കെ.എൻ. ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള പ്രശ്നം അത് കത്തിച്ചു നിർത്തുന്നതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും പോലീസ് ഇതിന്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരും. എന്തായാലും ഈ സൈബർ അറ്റാക്കുകളൊന്നും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് കെ.ജെ. ഷൈൻ തന്നെ അവരുടെ വളരെ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇന്നലെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്. സ്ത്രീകൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ ആക്രമിക്കുന്നു എന്നതാണ് അവർ പരാതിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വസ്തുതകളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പുറത്തു വന്ന വാർത്തകൾ, അതായത് ഈ ആരോപണമായി വന്ന വാർത്തകളൊക്കെ പെട്ടെന്ന് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന പല കാര്യങ്ങളും അതിന് പിന്നിലുമുണ്ട്. എന്തായാലും ഇത് വിശദമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൈബർ ആക്രമണം അടക്കം പരിശോധിച്ച് കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ ഈ പോലീസ് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ഉം ചില പരിശോധനകളിലേക്ക് പോകുന്നുണ്ട്. അവർ എന്താണ് ഈ പരാതി, ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ അത് രാഷ്ട്രീയമായി നേരിടേണ്ടത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ CPM-ഉം ആലോചിക്കുന്നുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കപ്പുറം രണ്ട് കുടുംബങ്ങളെ മാനസികമായി തകർക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അപവാദ പ്രചാരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യമന്ത്രിക്കും DGP-ക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. സൈബർ ഇടങ്ങളിൽ മുഖം മൂടി അണിഞ്ഞ് പലരും പലതരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്താറുള്ളത് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മറ്റ് ആയുധങ്ങളൊന്നും ലഭിക്കാത്ത സമയത്ത്. പക്ഷേ ഇവിടെ പേരുള്ള ആളുകൾ, മുഖമുള്ള ആളുകൾ, നമുക്കറിയാവുന്ന ആളുകളൊക്കെ രംഗത്ത് വരികയാണ്. എന്ത് വസ്തുതയാണ് അവരുടെ കയ്യിലുള്ളതെന്ന് നമുക്കറിയില്ല. രണ്ട് കുടുംബങ്ങളെ ഇങ്ങനെ താറടിച്ച് കാണിച്ച് എന്ത് നേടാനാണ്?